ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി കൊണ്ട് ഒരു ദോശ. അതിലേക്ക് വേണ്ടിയ ഒരു ചട്നിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ 1/2 കപ്പ് പച്ചപ്പയർ എടുത്ത് നമ്മളത് നല്ലവണ്ണം കഴുകി 2 പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു 8 hours ഓവർനൈറ്റ് അത് കുതിരാൻ വെക്കുക. അത് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ അത് ഇട്ട് വെച്ചാൽ രാവിലെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം ദോശ. ഇത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്, പുളിക്കാൻ വെക്കേണ്ട ഈ ദോശ. പച്ചപ്പയർ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 3 ചെറിയ ഗാർലിക്ക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണമായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇടുക. പിന്നെ ഒരു 2 ചെറിയ പച്ചമുളക് അതിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വെള്ളം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നന്നായി പേസ്റ്റായിട്ട് വരണം. നന്നായി അരച്ചിടുന്നതിന് ശേഷം ഒരു കപ്പ് റാഗി മാവ് മിക്സിയിലേക്ക് ഇടുക. 1 കപ്പ് റാഗി മാവ് മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അരച്ചെടുക്കുക. റാഗി മാവും പച്ചപ്പയറിൻ്റെ മിക്സും നന്നായി മിക്സായിട്ട് വരണം. കുറച്ച് വെള്ളം ആഡ് ചെയ്തോളൂ, തിക്നെസ് കൂടുതലാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തു കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് അത് മൂടി അവിടെ വെച്ചേക്കുക. ആ 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്കൊരു ചട്നി റെഡിയാക്കാം. 10 മിനിറ്റ് മൂടി വയ്ക്കുക. പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ് നന്നായി ഇളക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് 3 വറമുളക്, റെഡ് ചില്ലി 3 എണ്ണം അതിൻ്റെ അകത്തേക്ക് മുറിച്ചിടുക. അത് കഴിഞ്ഞ ശേഷം 2 ചെറിയ ഗാർലിക്ക് അതിൻ്റെ അകത്തേക്ക് ഇടുക. കുറച്ച് ഇഞ്ചി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു വലിയ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക. തക്കാളി, നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്, ചെറിയ കഷ്ണം പുളി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കായപ്പൊടി കുറച്ച് ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. വെള്ളം ഒഴിക്കരുത്. ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ നമ്മളത് വേവിച്ചെടുക്കുക. കുറച്ച് നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞ ശേഷം അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തക്കാളി ചട്നി വെള്ളം ആവശ്യമില്ല. കൂടുതലായിട്ട് തിക്കായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ചൂടുവെള്ളം നമ്മളതിലേക്ക് ആഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് തിക്നെസ് വേണ്ട എങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് അരച്ചെടുക്കുക. ഇത് കറക്റ്റായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾക്കത് സീസണിങ് ചെയ്യണം. അത് എണ്ണ ഒഴിച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു വറ്റൽമുളക്, 2 വറ്റൽമുളക് കീറിയിടുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കരിവേപ്പില ഇടുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കായപ്പൊടി ഞാൻ അതിൻ്റെ
ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. കായപ്പൊടി. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ വറവ് ഇതിലേക്ക് ഇടുക. നമ്മുടെ തക്കാളി ചട്നിയിലേക്ക് ഒഴിക്കുക. ഇത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു ദോശ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം ഈ മാവ് ഒരേ ഒരു തവി എടുത്ത് ഒഴിച്ച് നന്നായി പരത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് ശകലം നെയ്യ് ഒഴിക്കുക. ഞാൻ കുറച്ച് സ്റ്റൗ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, വേഗം ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ കുറയ്ക്കുകയും വേണ്ട, തീരെ കൂട്ടുകയും വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേഗം വേഗം ദോശ ഉണ്ടാക്കിയെടുക്കുക. ദോശ വീണ്ടും നന്നായി മൊരിക്കണമെങ്കിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കുറച്ചും കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മൊരിഞ്ഞ് കിട്ടും. അരികെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് ദോശയായിട്ട് എടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ചട്നിയും കൂട്ടി കഴിക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്.